ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണല്ലോ. പോലീസ് ജയിലിൽ നിന്ന് മനോഹറിനെ കൊണ്ടുവന്നിരിക്കുകയാണ് 2 ദിവസത്തിന് വേണ്ടിയിട്ട് ഗംഗപ്രസാദിന്റെ കൊലപാതകം തെളിയിക്കാനും അതുപോലെ തന്നെ തെളിവെടുപ്പിനും വേണ്ടിയിട്ട്. എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ തിരികെ ജയിലിലോട്ട് തന്നെ അവനെ പറഞ്ഞു വിടും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവൻ ഈ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരെ അറിയുന്നതും കിരണും ലക്ഷ്മിയമ്മയൊക്കെ അറിയുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇനി എന്തായാലും മനോഹറിനെ തള്ളിക്കളയാൻ പറ്റില്ല, അവന്റെ എന്ത് ആഗ്രഹത്തിനും നമ്മൾക്ക് കൂട്ടു നിൽക്കണം, അവൻ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും വേണം എന്നൊക്കെ അവരങ്ങനെ തീരുമാനിക്കുകയും ചെയ്യാണ്. കാരണം ഇവരുടെയൊക്കെ ഏറ്റവും വലിയ ശത്രുവാണല്ലോ ഗംഗപ്രസാദിനെ ഇതുകൊണ്ടാണ് ഇവർക്ക് ശരിക്കും ജീവിക്കാൻ പറ്റാതിരുന്നത്. ആ ഒരു ഇതെല്ലാം ഇല്ലാതാക്കിയത്. അപ്പൊ അതുകൊണ്ട് അവനെ സംരക്ഷിക്കണം എന്ന് തന്നെ എല്ലാവരും തീരുമാനിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സരയുമായ ഒരു കാര്യം അറിയുകയാണ്. സരയു പറയുന്നുണ്ട്, എന്തായാലും ഈ കിരൺ എന്ന് പറയുന്നവൻ അവനെ സ്നേഹിക്കാതിരുന്നാൽ മതി, എൻ്റെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കരുത്, അത് ഞാൻ സമ്മതിക്കില്ല, അവൻ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കാണ്. അല്ല, അതിന് ശേഷമാണ് ഈ പറയുന്ന സ്റ്റെഫി ജയിൽ ചാടിയ വിവരം ന്യൂസിലും അതുപോലെ തന്നെ പുറത്തൊക്കെ പറയുന്നത്. അങ്ങനെ ന്യൂസൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു വാർത്തയും കൂടി കേൾക്കുമ്പോൾ എല്ലാവരും ഒന്നും കൂടി പേടിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് കിരൺ വേഗം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. CIയോട് സംസാരിക്കാണ്. CI പറയുന്നുണ്ട്, ഇവിടെ വന്നിട്ട് എന്തായാലും മനോഹറിനൊന്നും ചെയ്യാൻ സാധിക്കില്ല, താനും തന്റെ വൈഫൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അവൾക്ക് നിങ്ങളോടൊക്കെയാണ് വൈരാഗ്യം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മനോഹറിനോടും ചെന്ന് പറയുമ്പോൾ മനോഹർ പറയുന്നുണ്ട്, എൻ്റെ കാര്യത്തിൽ സാറ് പേടിക്കേണ്ട, എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, സാറും കല്യാണിയും ഒക്കെ ശ്രദ്ധിച്ചാൽ മതി, പിന്നെ ലക്ഷ്മി അമ്മയും കാർത്തികേച്ചിയും അവരെ കൂടെ ഒക്കെ ശ്രദ്ധിക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുക്കുകയാണ്. എന്തായാലും നമ്മുടെ മനോഹർ പറയുന്നുണ്ട്, ഈ അടുത്ത തന്നെ നമ്മുടെ ഈ വിക്രം പരോളിറങ്ങും സാർ അവനെയും സൂക്ഷിക്കണം എന്ന് പറയണം, അവനൊരു ചീള് കേസാണ്, അവന്റെ കാര്യങ്ങളൊന്നും അതൊന്നും എനിക്ക് പേടിയില്ല എന്ന് കിരൺ പറയുമ്പോൾ, ചീള് കേസായിരിക്കാം, പക്ഷേ അവൻ മറിഞ്ഞു നിന്നിട്ടായിരിക്കും എന്തെങ്കിലും ചെയ്യാം, മറിഞ്ഞു നിന്ന് ആയുധവുമായി വന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, സാറൊക്കെ നേർക്ക് നേരെയാണ് നിന്ന് ഒരാളെ ഇതാക്കുന്നത്, പക്ഷെ അവനൊന്നും അങ്ങനെയല്ല, പേടിത്തൊണ്ടനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവിടെ നിന്നും പോവുകയാണ്. എന്തായാലും പേടിച്ച പോലെ തന്നെ 2 കാര്യങ്ങളും സാധിക്കുകയാണ്. ഉടനെ തന്നെ വിക്രം പുറത്തിറങ്ങുകയാണ്. അങ്ങനെ വിക്രം പുറത്തിറങ്ങുമ്പോൾ നേരെ പോകുന്നത് സരയുവിന്റെ അരികിലേക്കാണ്. അങ്ങനെ സരയുവിനെ ചെന്ന് കാണുന്നുണ്ട്. സരയുവിനെ കാണുമ്പോൾ സരയു പറയുന്നുണ്ട്, നീ ഇറങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആരും അറിയാതെ സരയുമായിട്ട് ഒരു കൂട്ടുകൂടാനും സരയു തിരിച്ച് അങ്ങോട്ടും ഒരു സഹായത്തിനൊക്കെയാണ് അവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച. അപ്പൊ ആ സമയത്ത് സരയു പറയുകയാണ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനായിരുന്നു, എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച അച്ഛനാണ്, ആ അച്ഛനെയാണ് കിരണൊക്കെ ഇല്ലാതാക്കിയത്, കാട്ടിൽ കൊണ്ടുപോയിട്ട് കാട്ടിൽ ഉപേക്ഷിച്ച് അവര് തന്നെയാണ്, അല്ലാതെ എൻ്റെ അച്ഛൻ തനിയെ കാട്ടിലോട്ടൊന്നും പോകത്തില്ല, പിന്നെ ഇതിൻ്റെ പേരിൽ ഞങ്ങൾക്കിപ്പോൾ കേസ് കൊടുക്കാനൊന്നും പറ്റത്തില്ല, കാരണം അവൻ്റെ വിശ്വസ്തനായിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ്, തന്നെയല്ല അവൻ എനിക്കൊരു ജോലി തന്നു, എൻ്റെ കുഞ്ഞിനെ നോക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെയൊക്കെ പുറകിലുണ്ടെന്ന് ആരും അറിയാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സരേ പറയാണ്, എന്തായാലും എനിക്ക് കിരണിനോട് ദേഷ്യമൊന്നുമില്ല, കിരണിനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടണം, എനിക്ക് അവനെ എൻ്റെ ഭർത്താവാക്കണം എന്ന് പറയുമ്പോൾ വിക്രം ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെയൊക്കെ ശത്രു എന്ന് പറയുന്ന അവളാണ് ആ കല്യാണി വന്നതിന് ശേഷമാണ് എൻ്റെയും നിൻ്റെയും ജീവിതമൊക്കെ മാറുന്നത്, അവളെ ഇല്ലാതാക്കണം, അതിന് ഞാൻ എന്തും സഹായത്തിനും നിൻ്റെ ഒപ്പം നിൽക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ പൈസ കൊണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ സരയു വിക്രത്തിനെ സഹായിക്കുകയാണ്. എന്തായാലും വിക്രം രണ്ടും കൽപ്പിച്ച് എന്തായാലും നിൽക്കുന്നുണ്ട്, തൻ്റെ 2 പെങ്ങന്മാരെയും ഇല്ലാതാക്കാൻ. എന്തായാലും ജയില് തന്നെയാണ് ഇനിയുള്ള ജീവിതം. അപ്പൊ 2 പെങ്ങന്മാരെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിൽക്കാണ്. അതേസമയം തന്നെ ഈ പറയുന്ന സ്റ്റെഫി പുറത്തിറങ്ങി. അപ്പൊ രാത്രി സമയത്ത് 2 2 വീലറിലായിട്ട് 2 പേര്, അതായത് 3 ആണുങ്ങളുമുണ്ട്, ഈ പറയുന്ന സ്റ്റെഫിയുമുണ്ട്, അങ്ങനെ 4 പേരും കൂടിയിട്ട് 2 വണ്ടിയിലായിട്ട് വരികയാണ്. അങ്ങനെ വണ്ടി പുറത്ത് നിർത്തിയിട്ട് മതിൽ ചാടുകയാണ്. കല്യാണിയുടെയും കിരണിൻ്റെയൊക്കെ മതിൽ ചാടുന്നുണ്ട്. അവിടെയാണെങ്കിൽ കല്യാണിയും കിരണും ഉറങ്ങാൻ നേരമായതുകൊണ്ട് അങ്ങനെ ബെഡ്റൂമിൽ അങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. കള്ളത്താക്കോലിട്ടിട്ട് ഈ പറയുന്ന കമ്പി കൊണ്ടൊക്കെ പൂട്ടുകുത്തി പൊളിക്കുകയാണ് സ്റ്റെഫി. ഇപ്പൊ ഗംഗപ്രസാദിന്റെ കയ്യിൽ നിന്നൊക്കെ കൂടെ നടന്നുകൊണ്ടൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നാമ്പുറത്തെ വാതിൽ കുത്തി തുറന്ന് അവളെ കൂട്ടാളികളും അകത്ത് കയറുകയാണ്. അതേ സമയത്ത് ഇവരാണെങ്കിൽ ഒന്നും അറിയുന്നില്ല, പെട്ടെന്ന് എന്തെങ്കിലും ഇതുപോലെ തട്ടിമറിഞ്ഞ് വീഴും. അങ്ങനെ ആ സമയത്ത് കിരൺ അവിടെ വരും. കിരൺ എഴുന്നേറ്റ് അവിടേക്ക് വരും. എന്തായാലും കിരണിന്റെ കയ്യിൽ തോക്കുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന വന്ന ആരെയും വെറുതെ വിടാനൊന്നും പോകുന്നില്ല, അവരെ എന്തായാലും
ഈ CI പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും കാട്ടിലോട്ട് തന്നെയായിരിക്കും പിന്നീട് അവരുടെ അവസ്ഥ. ഈ ഗംഗപ്രസാദിന്റെ അവസ്ഥ തന്നെയായിരിക്കും അവർക്കൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും ഈ 3 പേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. പക്ഷേ സ്റ്റെഫിക്ക് മാത്രമാണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാഞ്ഞത്. അങ്ങനെ അവളെ പിടിച്ച് പൂട്ടി കെട്ടിയിടുന്നുണ്ട്. അതുപോലെ തന്നെ അവളെ തല്ലി ചതച്ചങ്ങനെ കെട്ടിയിട്ടിട്ട് എണ്ണി ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഗംഗപ്രസാദിനെ പറഞ്ഞയച്ചു കൊടുത്തേക്ക് തന്നെ അവളെയും പറഞ്ഞയക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിക്രത്തിന്റെ കാര്യം, വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൻ്റെ 2 പെൺമക്കൾക്കും ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയ പ്രകാശൻ ചെയ്യുന്നത് മറ്റൊന്നുമല്ല, അവനെ തേടി പിടിക്കുകയാണ്. എന്തായാലും പ്രകാശൻ ഒരുപക്ഷെ തൻ്റെ മകന് സ്നേഹത്തോടു കൂടി വിളിച്ചു വരുത്തി അവനൊരു പക്ഷെ വിഷം കൊടുക്കും ഭക്ഷണത്തിൽ. ഇനി എന്തായാലും നീ ജീവിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവന് വിഷം വിളമ്പിയിട്ട് അവനെ കൊല്ലുന്ന ഒരു വകുക്കയാണ്. തൻ്റെ മകനെ ഇല്ലാതാക്കുന്നത് സ്വന്തം അച്ഛൻ തന്നെയാണ്. അച്ഛനാണ് ഇത്രയും വളർത്തി വഷളാക്കിയതും അതുപോലെ തന്നെ എല്ലാ സുഖസൗകര്യങ്ങളോടെ അവനെ വളർത്തി വഷളാക്കി ഇപ്പോൾ പെൺമക്കൾക്ക് ഭീഷണിയായിരിക്കുന്നത്. പെൺമക്കൾക്ക് ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായിട്ടാണ് പ്രകാശൻ നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ അവനെ ഇല്ലാതാക്കുന്നതും സ്വന്തം അച്ഛൻ തന്നെയാണ്. പ്രകാശൻ നല്ല വിഷമത്തോടു കൂടി തന്നെയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അവൻ അതിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്തായാലും തൻ്റെ പെൺമക്കൾക്ക് വേണ്ടി സ്നേഹിച്ച് വളർത്തിയ മകനെ കൊന്നു തള്ളുകയാണ്. അതുപോലെ തന്നെ അമ്മൂമ്മയാണെങ്കിൽ അതിന് കൂട്ടു നിൽക്കുകയും ചെയ്യുകയാണ്. സ്വന്തം അമ്മ മരിച്ചിട്ട് വരെ ഒരു നോക്ക് കാണാൻ വരാത്ത ആ ഒരു കാര്യം കൂടി നമ്മുടെ പ്രകാശന്റെ മനസ്സിലുണ്ട്. അങ്ങനെ അവനെ അങ്ങ് തീർത്ത് കളയുകയാണ്. അതിനുശേഷം പ്രകാശനെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് പോലീസിൽ വിട്ടുകൊടുക്കാതെ അച്ഛനെ സംരക്ഷിക്കുന്നതൊക്കെ കല്യാണിയൊക്കെ തന്നെയാണ്. എന്തായാലും കാര്യങ്ങളൊക്കെ ഇവരുടെ ശത്രുക്കളൊക്കെ ഇവർ ഇല്ലാതാക്കുന്ന ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ നല്ല സന്തോഷ നിമിഷങ്ങളാണ് പിന്നീട് ഉണ്ടാകുന്നത്. ഈ മനോഹരനെ തിരികെ ജയിലിലോട്ട് പറഞ്ഞയക്കുന്നതിന് മുമ്പ് തന്നെ കോടതിയിൽ ഹാജരാക്കുമല്ലോ. അപ്പോൾ ആ കോടതിയിൽ നവീൻ എന്ന് പറയുന്ന വക്കീലിനെ വെച്ചിട്ട് അവൻ്റെ ജയിൽ ശിക്ഷ ഒരുപാട് കുറച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അവരുടെ 2 ശത്രുക്കൾ ഇല്ലാതായതിനു ശേഷം ഇനി ഏറ്റവും വലിയൊരു ശത്രു, ഒളിഞ്ഞിരിക്കുന്ന ശത്രു എന്ന് പറയുന്നത് സരയുവാണ്. സരയു അങ്ങനെ ഇവരെ 2 പേരെ ഇല്ലാതാക്കിയ ഷോക്കിൽ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും സരയുവിൻ്റെയും കള്ളത്തരം ഉടനെ നമ്മുടെ കിരണും കല്യാണിയും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. സരയുവിനെ പിന്നെ തല്ലിച്ചതച്ച് ആ വീട്ടിൽ നിന്നും ആട്ടിപ്പായിക്കുകയാണ്. അവിടെ നിന്നും പറഞ്ഞയക്കുന്നുണ്ട്. കുഞ്ഞിനെ അവളുടെ കയ്യിൽ കൊടുക്കുന്നില്ല, ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞിട്ട് ശാരിയെയും അതുപോലെ സരയുവിനെ ആ വീട്ടിൽ നിന്ന് തള്ളി പറഞ്ഞയക്കുകയാണ്. അതുപോലെ മനോഹറിന്റെ ആഗ്രഹമായിട്ടുള്ള കുഞ്ഞിനെ കാണണമെന്ന ആഗ്രഹം കല്യാണിയും കിരണും സാധിച്ചു കൊടുക്കുന്നുണ്ട്. അവര് ജയിലിൽ പോയി എല്ലാ മാസവും കുഞ്ഞിനെ അവന് കാണിച്ചു കൊടുക്കുകയാണ്. അവനതൊരു ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്തായാലും അവൻ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം സാധിച്ചു തന്നതിൽ ഒരുപാട് നന്ദിയൊക്കെ അവൻ പറയുകയാണ്. അതിനുശേഷമാണ് പറയുന്ന വേലുവിൻ്റെയും അതുപോലെ അമലുവിൻ്റെയും വിവാഹം അവിടെ കാട്ടിലെ ചടങ്ങ് പ്രകാരം നടത്തിയിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സന്തോഷ നിമിഷങ്ങൾ. അപ്പം എന്തായാലും ദിലീപും കാർത്തികയും അതുപോലെ കല്യാണിയുടെ അസുഖമൊക്കെ ഭേദമായി കല്യാണിയും കിരണും അങ്ങനെ എല്ലാവരും കുടുംബസമേതം ആ കാട്ടിലേക്ക് ഒരു യാത്ര തന്നെ പോവുകയാണ്. അങ്ങനെ അവിടെ എത്തി എല്ലാവരും സന്തോഷത്തോടു കൂടി ആ കല്യാണത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ മൗനരാഗത്തിന്റെ അടിപൊളി ക്ലൈമാക്സ് ഭാഗമാണ് വരാൻ പോകുന്നത്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ മൗനരാഗം കഴിയാൻ പോവുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.